അധ്യായം 5 മനുഷ്യപ്രവൃത്തിയിൽ വെളിപ്പെടുന്ന ദൈവകരം. ഒന്നാമത്തെ ചോദ്യം, എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ത്? ദൈവം എന്ന പദമോ ദൈവത്തെ സൂചിപ്പിക്കുന്നതിനുള്ള മറ്റേതെങ്കിലും പേരുകളോ കാണുന്നില്ല. രണ്ടാമത്തെ ചോദ്യം, എസ്തേറിൻ്റെ പുസ്തകം നൽകുന്ന ഉത്തമ പാഠം എന്ത്? ഒയ്ക്കണോമിയ, അതായത് ദൈവകൃപയുടെ ഉത്തമ പാഠം. സ്വന്തം ജനത്തിൻ്റെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടി രഹസ്യാത്മകമായി പ്രവർത്തിക്കുന്ന ദൈവകൃപയുടെ ഉത്തമ പാഠങ്ങൾ ആണ് എസ്തേറിൻ്റെ പുസ്തകം നൽകുന്നത്. മൂന്നാമത്തെ ചോദ്യം, എസ്തേറിൻ്റെ പുസ്തകം വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെ കാണുന്നു? പഴയ നിയമത്തിലെ തിരുവെഴുത്തുകൾ അഥവാ കെത്തുബീം എന്ന വിഭാഗത്തിൽ നെഹമ്യാവ്, ഇയ്യോബ് എന്നീ പുസ്തകങ്ങളുടെ ഇടയിലാണ് എസ്തേറിൻ്റെ പുസ്തകം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, പഴയ നിയമത്തിലെ തിരുവെഴുത്തുകൾ ഏത്? കെത്തുബീം. അടുത്ത ചോദ്യം, എസ്തേറിൻ്റെ പുസ്തകം എഴുതുവാനുള്ള പശ്ചാത്തലം എന്ത്? പേർഷ്യൻ അഥവാ ബാബിലോൺ രാജ്യത്ത് നടന്ന സംഭവങ്ങൾ. പേർഷ്യയിലെ യഹൂദന്മാരായ പ്രവാസികളുടെ ജീവിത പശ്ചാത്തലത്തിൽ, അതായത് അഹശ്വേരോശ് രാജാവിൻ്റെ ഭരണകാലത്ത് നടന്ന സംഭവങ്ങൾ. രാജാവ് ശീതകാല ആസ്ഥാനമായ ശൂഷൻ രാജധാനിയിൽ താമസിക്കുമ്പോഴുള്ള സംഭവങ്ങളാണ് എസ്തേറിൻ്റെ പുസ്തകം എഴുതുവാനുള്ള പശ്ചാത്തലം. BC 483-82 മുതൽ BC 473 അവസാനിക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ കാണുന്നത്. എസ്തേറിൻ്റെ പുസ്തകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെ? അഹശ്വേരോശ് രാജാവ്, എസ്തേർ, മൊർദെഖായി, ഹാമാൻ. ഈ 4 പേരാണ് എസ്തേറിൻ്റെ പുസ്തകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. എസ്തേറിൻ്റെ വളർത്തപ്പൻ്റെ പേര് എന്ത്? മൊർദെഖായി. അടുത്ത ചോദ്യം, അഹശ്വേരോശ് രാജാവിൻ്റെ രാജധാനിയിലെ പ്രഭുക്കന്മാരിൽ ഉന്നത പദവി അലങ്കരിച്ചിരുന്ന വ്യക്തി ആര്? ഹാമാൻ. ഒൻപതാമത്തെ ചോദ്യം, എസ്തേറിൻ്റെ പുസ്തകവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള യഹൂദ പെരുന്നാളിൻ്റെ പേര് അഥവാ ആഘോഷത്തിൻ്റെ പേര് പൂരീം. എസ്തേർ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? പേർഷ്യൻ പദമായ എസ്തേർ എന്ന പദത്തിന് നക്ഷത്രം എന്നാണ് അർത്ഥം. എസ്തേർ എന്ന പദത്തിൻ്റെ ഹീബ്രു നാമം എന്ത്? ഹദസെ. അതിൻ്റെ അർത്ഥം കറ്റാർ വാഴ. ഹദസെ എന്ന പദം വെളിപ്പെടുത്തുന്നത് എന്ത്? നീതിയെയും സൗന്ദര്യത്തെയും മനോബലത്തെയും പ്രതിരോധശേഷിയെയും. 13ാമത്തെ ചോദ്യം, മൊർദെഖായിയുടെയും എസ്തേറിൻ്റെയും ജീവിതം സാക്ഷ്യം നൽകുന്നത് എന്ത്? ഒന്നാമത്തെ പോയിൻ്റ്, യഹൂദന്മാർ തങ്ങളുടെ സ്വത്വം എന്തെന്ന് മറക്കാത്തവരും. രണ്ടാമത്തെ പോയിൻ്റായി ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസ ജീവിത നിഷ്ഠയും പിന്തുടരുന്നവരും. മൂന്നാമത്തെ പോയിൻ്റ്, തങ്ങളുടെ പ്രവാസ രാജ്യത്തെ ചുമതലകൾ നിറവേറ്റുവാൻ പരിശ്രമിച്ചവരും ആണ് എന്ന് എസ്തേറിൻ്റെയും മൊർദെഖായിയുടെയും ജീവിതം സാക്ഷ്യം നൽകുന്നു. അടുത്ത ചോദ്യം, എസ്തേറിൻ്റെ പുസ്തകത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ ഏവ? 5 പോയിൻ്റുകളാണുള്ളത്. 1. ദൈവജനത്തിൻ്റെ വിമോചനത്തിനായുള്ള ദൈവിക പദ്ധതി. 2. ദൈവജനത്തിന് അന്യോന്യമുണ്ടാവേണ്ട കരുതലും ധാർമ്മികതയും. 3. അനുതാപവും പ്രാർത്ഥനയും ഉപവാസവും പ്രശ്നപരിഹാരത്തിന് മാർഗം തെളിക്കുന്നു. 4. അഹങ്കാരത്തിന് ദൈവം നൽകുന്ന മറുപടി. 5ാമത്തെ പോയിൻ്റ്, വിമോചനത്തിനായി നിയോഗിക്കപ്പെടുന്ന എസ്തേർ എന്ന വനിത. ഇതാണ് എസ്തേറിൻ്റെ പുസ്തകത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ. അടുത്ത ചോദ്യം, മൊർദെഖായിക്ക് വേണ്ടി കഴുമരം പണി കഴിപ്പിച്ച വ്യക്തി? ഹാമാൻ. 16. അഹശ്വേരോശ് രാജാവിൻ്റെ സ്ഥാനഭ്രംശം സംഭവിച്ച ആദ്യത്തെ രാജ്ഞിയുടെ പേര് എന്ത്? വസ്തി രാജ്ഞി. 16ാമത്തെ ചോദ്യം, എസ്തേറിൻ്റെ പുസ്തകം അതീവ ശക്തമായി പകർന്നു നൽകുന്ന സന്ദേശം എന്ത്? ദൈവജനത്തിന് അന്യോന്യം ഉണ്ടാവേണ്ട കരുതലും ധാർമ്മിക ബാധ്യതയും എസ്തേറിൻ്റെ പുസ്തകം അതീവ ശക്തമായി പകർന്നു നൽകുന്ന സന്ദേശങ്ങളാണ്. 17ാമത്തെ ചോദ്യം, ബാബിലോണിൽ പ്രവാസത്തിലായിരുന്ന യഹൂദ ജനത്തിൻ്റെ പൊതു സ്വഭാവം എന്ത്? പരസ്പരമുള്ള കരുതൽ, അതായത് ബാബിലോണിലെ ചുമതലകൾ നിറവേറ്റുമ്പോഴും ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന അവബോധം അവർക്കുണ്ടായിരുന്നു. ഇതാണ് യഹൂദന്മാരുടെ പൊതു സ്വഭാവം, പൊതുവായ പരസ്പരമുള്ള കരുതൽ. അടുത്ത ചോദ്യം, യഹൂദ ജനത്തിൻ്റെ സമ്പത്ത് എന്തായിരുന്നു? തങ്ങളുടെ ഉദ്ധാരകനും രക്ഷിതാവുമായ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യവും
സ്വന്തം പാരമ്പര്യങ്ങളിൽ അടിയുറച്ച ജീവിതശൈലിയുമായിരുന്നു യഹൂദ ജനങ്ങളുടെ സമ്പത്ത്. ബാബിലോണിലെ പ്രവാസകാലത്ത് യഹൂദന്മാരെ കരുതുകയും ക്ഷേമമുറപ്പിക്കുകയും ചെയ്തത് ആര്? മൊർദെഖായി. യഹൂദന്മാരുടെ ശത്രു ആര്? ഹാമാൻ. ദൈവജനത്തിന് അന്യോന്യം ഉണ്ടാവേണ്ട കരുതലും ധാർമ്മികതയും എസ്തേറിൻ്റെ പുസ്തകത്തിലൂടെ വ്യക്തമാക്കുക. അത് പേജ് നമ്പർ 22 രണ്ടാമത്തെ പാരഗ്രാഫിലെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എഴുതേണ്ടത്. അടുത്ത ചോദ്യം, അനുതാപവും പ്രാർത്ഥനയും ഉപവാസവും പ്രശ്നപരിഹാരത്തിന് മാർഗം തെളിയിക്കുന്നു. എസ്തേറിൻ്റെ പുസ്തകത്തിലൂടെ വ്യക്തമാക്കുക. പേജ് നമ്പർ 23 പോയിന്റുകളാണ് പ്രധാനമായിട്ട് എഴുതേണ്ടത്. 23 ചോദ്യം, പ്രവാസകാലത്ത് യഹൂദന്മാർക്കുള്ള പ്രതിസന്ധിക്കുള്ള പരിഹാര മാർഗം എന്ത്? വ്യക്തമാക്കുക. അനുതാപം, പ്രാർത്ഥന, ഉപവാസം എന്നീ 3 കാര്യങ്ങളാണ് യഹൂദന്മാരുടെ പ്രതിസന്ധിക്കുള്ള പരിഹാര മാർഗമായി തീർന്നത്. മുകളിലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി ചേർത്ത് വിശദമായിട്ട് എഴുതുക. ഹാമാനോട് യഹൂദനായ മൊർദെഖായി ആദരവ് കാട്ടാതിരുന്നത് എന്തുകൊണ്ട്? ഇസ്രായേലിൻ്റെ ശത്രു പരമ്പരയിൽപ്പെട്ട അമാലേക്യരുടെ രാജാവായ ആഗാഗിൻ്റെ പരമ്പരയിൽ അഥവാ ആഗാഗിനായതുകൊണ്ട് യഹൂദനായ മൊർദെഖായി ഹാമാനോട് ആദരവ് കാട്ടാതെയിരുന്നു. കാരണം അമാലേക്യർ ഇസ്രായേലിയരോട് പടയിൽ തോറ്റിരുന്നതുകൊണ്ട് ഇസ്രായേൽക്കാരുടെ ശത്രുപക്ഷത്തിൽ ഉള്ളവരായിരുന്നു അമാലേക്കർ. അതുകൊണ്ടാണ് ഹാമാൻ മൊർദെഖായിയോട് ആദരവ് കാട്ടാതിരുന്നത്. അതുപോലെ തന്നെ യഹൂദനായ മൊർദെഖായി ഹാമാനോട് ആദരവ് കാട്ടാതിരുന്നത്. അടുത്ത ചോദ്യം, ഹാമാൻ ആരുടെ പരമ്പരയിൽ ഉൾപ്പെട്ടിരുന്നു? അമാലേക്യരുടെ രാജാവായ ആഗാഗിൻ്റെ പരമ്പരയിൽ ഉൾപ്പെട്ടിരുന്നു. അടുത്തത്, ഹാമാൻ്റെ ഭാര്യയുടെ പേരെന്ത്? സേരഷ്. ഹാമാൻ്റെ കാര്യത്തിൽ സത്യമായ വേദവാക്യം എന്ത്? സദൃശ്യവാക്യങ്ങൾ 16:18. നാശത്തിന് മുൻപേ ഗർഭം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം എന്ന വേദവാക്യമാണ് ഹാമാൻ്റെ കാര്യത്തിൽ സത്യമായത്. അടുത്ത ചോദ്യം, വിമോചനത്തിനായി നയിക്കപ്പെടുന്ന വനിത എന്ന് എസ്തേറിനെ വിളിക്കപ്പെടുവാനുള്ള കാരണമെന്ത്? ഒന്നാമത്തെ പോയിന്റ്, അനുസരണ, മിതത്വം, സ്വന്തം ജനത്തെക്കുറിച്ചുള്ള എരിവ് എന്നിവയെല്ലാം എസ്തേറിൽ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പോയിന്റ്, സ്വന്തം ജീവനേക്കാൾ ഉപരി യഹൂദ ജനത്തെ സ്നേഹിച്ചവളായിരുന്നു എസ്തേർ. 3, തീവ്രമായ ഉപവാസത്താൽ ബലം നേടിയവൾ. 4, മൊർദെഖായിക്ക് രാജസന്നിധിയിൽ സ്വീകാര്യത ഏറ്റിയവൾ. 5, യഹൂദ ജനത്തിന് സ്വന്തം വിവേകത്താൽ സംരക്ഷണം ഒരുക്കിയവൾ അഥവാ അവരുടെ വിമോചനത്തിന് വഴിയൊരുക്കിയവൾ. വലിയ ചുമതലകൾ ഉചിതമായി നിറവേറ്റുന്ന വനിത. ദൈവനിശ്ചയവും നീതിയും വിമോചനവും ഭീതിയിൽ നിന്ന് മോചനവും നടത്തുവാൻ ദൈവം നിയോഗിച്ച വനിതയാണ് എസ്തേർ. സ്വന്തം രക്ഷയോ സ്വന്തം പിതൃഭവനത്തിൻ്റെ രക്ഷയോ അല്ല, സ്വന്തം ജനത്തിൻ്റെ മുഴുവൻ സംരക്ഷണത്തിന് വേണ്ടിയാണ് എസ്തേർ പ്രവർത്തിച്ചത്. സ്വന്തം ജനത്തിന് വേണ്ടി മരിക്കുവാൻ പോലും തയ്യാറായിട്ടാണ് എസ്തേർ രാജസന്നിധിയിലേക്ക് പോകുന്നത്. എസ്തേറിൻ്റെ ഈ ഗുണങ്ങളാണ് വിമോചനത്തിനായി എസ്തേർ നിയോഗിക്കപ്പെടുവാനുള്ള കാരണം. അടുത്ത ചോദ്യം 29, വിമോചനത്തിനായി നിയോഗിക്കപ്പെടുവാൻ എസ്തേറിനെ ദൈവം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട്? അല്ലെങ്കിൽ എസ്തേറിൽ കാണപ്പെടുന്ന ഗുണങ്ങൾ ഏവ? ഈ മുകളിലത്തെ ഉത്തരം തന്നെയാണ് എസ്തേറിൻ്റെ ഗുണങ്ങളായിട്ടും എഴുതേണ്ടത്. അടുത്ത ചോദ്യം, എസ്തേറും മൊർദെഖായും തമ്മിലുള്ള ബന്ധം എന്ത്? എസ്തേറിൻ്റെ വളർത്തപ്പനായിരുന്നു മൊർദെഖായി അഥവാ മൊർദെഖായിയുടെ ചിറ്റപ്പൻ്റെ മകളായിരുന്നു എസ്തേർ. അടുത്ത ചോദ്യം, ഹാമാൻ്റെ വീഴ്ചയ്ക്ക് കാരണമായത് എന്ത്? ദൈവത്തെ മറന്നുള്ള പ്രവൃത്തികളാണ് ഹാമാൻ്റെ വീഴ്ചയ്ക്ക് കാരണം. മൊർദെഖായിയെ ഹാമാൻ ഒരുക്കിയ കഴുമരത്തിൻ്റെ നീളം എത്രയായിരുന്നു? 50 മുഴം നീളമാണ് ഉണ്ടായിരുന്നത്. ഇതോടുകൂടി 5-ാമത്തെ അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു.